വിൽ പവർ എന്താ യഥാർത്ഥത്തിൽ വിൽ പവർ എന്ന് നമുക്കൊക്കെ അറിയാം. തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ രാവിലെയായി അലാറം അടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സ് നമ്മളെ പതിയെ പിന്നിലേക്ക് വലിക്കുന്നു. ഇതിന് കാരണം നമ്മുടെ വിൽ പവർ വീക്കായതുകൊണ്ടാണ്. അതൊരു പേടിക്കേണ്ട കാര്യമല്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ശീലങ്ങളുമില്ല. നമ്മുടെ വിൽ പവർ സ്ട്രോങ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പതിയെ പതിയെ നമ്മുടെ ഹാബിറ്റ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരിക്കലും വലിയ വലിയ ടാസ്കുകളൊന്നും ആദ്യം തന്നെ നമ്മളുടെ മൈൻഡിന് കൊടുക്കരുത്. ഉദാഹരണത്തിന്, ഞാൻ നാളെ 2 മണിക്കൂർ ബുക്ക് വായിക്കും എന്ന് തീരുമാനമെടുക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ പോലും നമുക്കവിടെ ഇരിപ്പുറയ്ക്കാൻ ഒരു ചാൻസും ഇല്ല. വേണ്ട, അങ്ങനെ മടുപ്പ് വരുമ്പോൾ ആ സമയം തന്നെ നമുക്ക് നമ്മളുടെ വായന അവസാനിപ്പിക്കാം. വീണ്ടും അടുത്ത ദിവസം സമയം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ 2 മണിക്കൂർ മാറി അതൊരു 4 മണിക്കൂർ പോലും ആയി മാറി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ വിൽ പവറിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. നമ്മളുടെ ചുറ്റിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളാണെങ്കിലും അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് വിൽ പവർ ഇൻവിസിബിൾ ആയിരിക്കും. നമ്മളുടെ സ്വപ്നത്തെ, നമ്മളുടെ ലക്ഷ്യത്തെ നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു വിൽ പവറിൻ്റെ സഹായം കൂടിയേ തീരൂ. നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. ഇന്നു മുതൽ ഞാനിത് തുടങ്ങുന്നു എന്നൊരു മൈൻഡ് സെറ്റ്.